രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 119ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹത്താൽ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച മോക്ഷം വേണ്ടവർക്ക് വേണ്ടി ധർമ്മപദം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ഞാൻ കൊല്ലത്താണ്. ഇവിടെ വന്ന് ചേർന്ന് പഠിക്കേണ്ടവർക്ക് അങ്ങനെ വരാം. താമസ സൗകര്യം എല്ലാം ഉണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ 9645333999 ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ കേൾക്കണേ. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലെ വീഡിയോ കേൾക്കണം. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി ഉൾപ്പെടെ അത് വളരെ സഹായകരമായിരിക്കും. ഭക്തമീരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് നിരവധി പ്രയോജനകരമായ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് രാധാറാണിയെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓം രാധേ രാധേ. അപ്പോൾ രാധയുടെ പ്രണയം, അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, കേൾക്കണം.
രാധാ കവചം 2 ഉണ്ട് ജപിക്കാൻ. ആ 2 രാധാ കവചവും ഞാൻ ക്ലാസ്സും എടുത്തിട്ടുണ്ട്. പ്രത്യേകമായി നമ്മുടെ കൃഷ്ണപ്രിയ പാടിയ രാധാ കവചവും ഞാൻ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്, കേൾക്കണം. അതേ കണക്ക് രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കേൾക്കണം. അതുപോലെ തന്നെ രാധാ സഹസ്രനാമം ഒരു പദം ഉച്ചരിച്ചാൽ എന്ന വീഡിയോ കേൾക്കണം. അപ്പോൾ എന്നോട് പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേര് പറഞ്ഞു, സാറേ ഞങ്ങൾ പുതിയതായിട്ട് കയറിയതാണ്, അപ്പോൾ ഈ രാധാകൃഷ്ണന്മാരുടെ ലീലകൾ ഇടയ്ക്കിടയ്ക്ക് സാറ് ഓരോ വീഡിയോ തുടങ്ങുമ്പോഴും ഒരു കൊച്ചു സംഭവമെങ്കിലും ഞങ്ങൾക്കൊന്ന് പറയുമോ? ഞങ്ങളിനി 1 തൊട്ട് 119 വരെ വരുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ, ഞങ്ങളത് കേൾക്കാം സാറേ, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് രാധാകൃഷ്ണന്മാരുടെ ലീലകൾ പറയുമോ? മുമ്പുള്ളവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും സന്തോഷം സാറേ, കൃഷ്ണകഥകൾ എത്ര കേട്ടാലും മതി വരില്ലല്ലോ. അങ്ങനെ എന്നോട് കുറേ പേര് ചോദിച്ചു. അപ്പോൾ കൊച്ചു കൊച്ചു ലീലകൾ ഞാൻ പറയാം, അതിനുശേഷം രാധയുടെ പ്രണയത്തിലേക്കും ഞാൻ കടക്കാം. അതെ, ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. ഇതിൽ നിങ്ങൾ കേൾക്കാത്തതുമുണ്ട്, കേട്ടതുമുണ്ട്, എല്ലാമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരാം. രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും കുട്ടിക്കാലം. രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും കുട്ടിക്കാലത്ത് രാധാറാണി കൃഷ്ണനെ കണ്ടുമുട്ടിയത് ഞാൻ പറഞ്ഞു. ഒരലും വലിച്ചുകൊണ്ട് വരികയായിരുന്നു കൃഷ്ണൻ. അവിടെ വെച്ചാണ് രാധാറാണി കൃഷ്ണനെ ആദ്യമായി കാണുന്നത്. അവിടെ വെച്ച് കൃഷ്ണൻ്റെ കുസൃതി വല്ലാണ്ട് രാധാറാണിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് രാധാറാണിയോടൊപ്പം കാളവണ്ടിയിൽ കയറി കുറേ ദൂരം കൃഷ്ണൻ മുമ്പോട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വണ്ടി കുലുങ്ങുമ്പോൾ മനഃപൂർവ്വം വേണമെന്നും പറഞ്ഞ് രാധാറാണിയുടെ പുറത്തേട്ട് ചെന്നങ്ങ് വീഴും. രാധാറാണിയും തിരിച്ചങ്ങനെ ചെയ്യും. എന്നിട്ട് രാധാറാണിക്ക് വാക്ക് കൊടുത്തു, ഞാൻ വരാമെന്ന്. അങ്ങനെ എത്തി. അങ്ങനെ ഒരു ദിവസം രാധാറാണി തൻ്റെ സഖിമാരുമൊത്തിങ്ങനെ ഇരിക്കുകയാണ്. രാധാറാണിയുടെയൊക്കെ കുട്ടിക്കാലമാണ്. അപ്പം തൻ്റെ സഖിമാരുമൊത്തിങ്ങനെ ഇരിക്കുകയാണ്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് പോകാനാവസ്ഥ. അപ്പോൾ ആ അവസരത്തിൽ സഖിമാരെന്തൊക്കെയോ പറയുന്നു. പക്ഷേ രാധാറാണിയുടെ മനസ്സ് മുഴുവനും കൃഷ്ണനാണ്. കണ്ണൻ, കള്ളക്കണ്ണൻ, എന്തൊരു ചന്തമാണവന്, എന്തൊരു കുസൃതിയാണവന്. അത് ഓർത്തപ്പോൾ തന്നെ രാധാറാണിക്ക് വല്ലാത്ത സ്നേഹം വന്നു. രാധാറാണി കൃഷ്ണന്റെ കുസൃതികളോർത്ത് കുലുങ്ങിച്ചിരിച്ചു. പെട്ടെന്ന് തോഴിമാര് അവരുടെ പറച്ചിലുകളൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു, അല്ലല്ലല്ലല്ലല്ല രാധേ, നീ ഇപ്പൊ എന്തിനാണ് കുലുങ്ങിച്ചിരിച്ചത്? എന്താ നിന്റെ കുലുങ്ങിച്ചിരിയുടെ അർത്ഥം? അപ്പൊ രാധ പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അപ്പൊ തോഴിമാരെല്ലാരും കൂടെ വന്ന് രാധാറാണിയെ വട്ടമിട്ടിരുന്നിട്ട് പറഞ്ഞു, രാധേ, ഞങ്ങൾ നിന്റെ കുട്ടിക്കാലം തൊട്ടുള്ള തോഴിമാരാണ് രാധേ, ഞങ്ങളെ നീ ഒടിക്കരുത്. സത്യം പറ രാധേ, സത്യം പറ, എന്താണ് നീ എന്തിനാണ് രാധയെ കുലുങ്ങിച്ചിരിച്ചത്? അപ്പോഴും രാധാറാണി ഒന്നും മിണ്ടുന്നില്ല. രാധേ, ഞങ്ങൾ നിന്നിൽ നിന്ന് വ്യത്യസ്തയാണോ? നിന്റെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെയില്ലേ? ഒന്ന് പറയൂ രാധേ, എന്താ നീ കുലുങ്ങിച്ചിരിച്ചത്? രാധാറാണി പറഞ്ഞു, കൃഷ്ണൻ. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി പറയാൻ പറ്റുന്നില്ല. രാധാറാണിക്ക് തൻ്റെ നട്ടെല്ലിലൂടെ ഒരു വൈദ്യുതി പാസ് ചെയ്യുന്നത് പോലെ, കടന്നു പോകുന്നത് പോലെ ശരീരങ്ങൾ ആ പേര് കേൾക്കുമ്പം തന്നെ രോമാഞ്ചം കൊണ്ട് എഴുന്നു നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. രാധാറാണി പറഞ്ഞു, കൃഷ്ണൻ. അപ്പോഴത്തേക്കും രാധാറാണിയുടെ മുഖം ചുവന്നു തുടുത്തു. ആദ്യം ഗോപികമാരുടെ കണ്ണ് തള്ളി, പിന്നീട് അവർ രാധാറാണിയുടെ കവിളിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു, ഇതാണ് കാര്യമില്ലേ? കൃഷ്ണനെ ഓർത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുണ്ട് കൂടെ, എല്ലാ കാര്യത്തിനും രാധേ ഞങ്ങളുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ രാധാറാണി പറഞ്ഞു, ഇപ്പം വേറെ ആരും അറിയരുത്, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ തോഴിമാര് തലകുലുക്കി സമ്മതിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാധാറാണി അതിരാവിലെ ഉറക്കമെഴുന്നേറ്റു. രാധാറാണി ഉറക്കമെഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? വീട്ടിലെ അത്യാവശ്യം വേണ്ടുന്ന ജോലികളൊക്കെ ചെയ്തു. തൈരെടുത്ത് വെച്ച് കടഞ്ഞു, വെണ്ണയെടുത്ത് മാറ്റി. അങ്ങനെ എല്ലാ ജോലിയും ഒതുക്കിയതിന് ശേഷം രാധാറാണി ചോദിച്ചു, അമ്മേ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പിന്നെ വിളിച്ചുകൊള്ളാം. അങ്ങനെ രാധാറാണി അവിടെ നിന്നിറങ്ങി
തൻ്റെ മുറിയിൽ പോയി കണ്ണാടിയിൽ നോക്കി ഒന്നും കൂടെ ഒന്ന് അണിഞ്ഞൊരുങ്ങി തൻ്റെ മുടിയെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടു. ഒരല്പം മുടി ഇങ്ങനെ മുമ്പിലേക്ക് കിടക്കും. ഗോലോകത്തുനിന്ന് പിരിയുന്നതിന് മുമ്പ് കൃഷ്ണൻ പറഞ്ഞതാണ്, ഈ അടയാളം വെച്ചിട്ടാണ് രാധയെ നിന്നെ ഞാൻ ഭൂമിയിൽ തിരിച്ചറിയുന്നത്. എന്നിട്ട് രാധാറാണി ഓടി വീടിൻ്റെ മുകളിൽ ബാൽക്കണിയിലെത്തി, നമ്മുടെ ഭാഷയിൽ ടെറസിലെത്തി. അവിടെ ഇങ്ങനെ എത്തിയിട്ട് രാധാറാണി ഇങ്ങനെ നോക്കുകയാണ്, എവിടെ കൃഷ്ണൻ, എവിടെ കൃഷ്ണൻ, എവിടെ എന്ന് നോക്കുകയാണ്. അങ്ങനെ നിന്നപ്പോ കാണാം, ദൂരത്ത് നിന്ന് രാധാറാണി കാണുകയാണ്, വരുന്നു വരുന്നു, പ്രണയത്തിന്റെ രാജകുമാരൻ വരുന്നു, കണ്ണൻ കണ്ണൻ. രാധാറാണി നോക്കുകയാണ്, എന്താണിത്, എന്തൊരഴകാണിവന്, അവന്റെ തിരുമുടിയിൽ മയിൽപ്പീലി, അവന്റെ കണ്ണുകൾക്ക് എന്തോ ഒരു ഭംഗിയാണ്, അവനിങ്ങനെ വൈജയന്തി മാല ധരിച്ചിരിക്കുന്നു, കയ്യിൽ ഓടക്കുഴലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓടക്കുഴൽ വെച്ച് ആരെ നിയന്ത്രിക്കുന്നുണ്ട്, പശുക്കളെയൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ, അവനിങ്ങനെ നടന്നു വരികയാണ്, മഞ്ഞ പീതാംബരം ഉടുത്തിരിക്കുന്നു. ഈ മഞ്ഞ പീതാംബരം ഉടുത്ത ശ്യാമവർണ്ണൻ, മയിൽപ്പീലി ചൂടിയവൻ, ഓടക്കുഴൽ കയ്യിലേന്തിയവൻ, ആരാ ഇവനെ മോഹിക്കാത്തത്, ആരാ ഇവനെ മോഹിക്കാത്തത്? ദൂരെ നിന്ന് കൃഷ്ണൻ വരികയാണ്. അപ്പോൾ കൃഷ്ണൻ തൻ്റെ ഓടക്കുഴലെടുത്തു. ഓടക്കുഴലെടുത്ത് കൃഷ്ണൻ അതിമനോഹരമായി വായിക്കാൻ തുടങ്ങി. ആ ഗാനം കേട്ടതോടുകൂടി രാധാറാണി തന്നെ മറന്നു നിന്നുപോയി. പശുക്കൾ പോലും ഒരു നൃത്തച്ചുവടിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ട് രാധാറാണി അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ കൃഷ്ണൻ കുറേ കൂടെ തന്നോടടുത്തു. അപ്പോൾ തന്നെ രാധാറാണി ഒരു വശത്തേക്ക് മാറിയിട്ട് അവിടെ തന്നെ ഒരു കർട്ടനുണ്ട്. ആ കർട്ടൻ പിടിച്ചിട്ടിട്ട് ഒരല്പസ്ഥലം മാത്രം കർട്ടൻ്റെ ഇങ്ങനെ നീക്കിയിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കൃഷ്ണനെ നോക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ മന്ദം തൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ്, ഗോക്കളെയും മേയിച്ചുകൊണ്ട്. രാധാറാണിക്ക് ഓരോ രോമങ്ങളും എഴുന്നു നിൽക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെല്ലാൻ തോന്നി, കണ്ണാ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാൻ തോന്നി. കണ്ണനോടൊപ്പം ആ ഗോക്കളെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് ആടി പാടി യമുനയിൽ കുളിച്ച് കണ്ണനുമായി തിമിർത്ത് മറിയാൻ രാധാറാണിക്ക് കൊതി തോന്നി. പക്ഷേ അടക്കി. അങ്ങനെ കൃഷ്ണൻ ഗോക്കളുമായി കടന്നു പോവുകയാണ്. അത്രയും ഗോക്കള് ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു ആ ഗോക്കൾക്ക് പോകാൻ. ഏതാണ്ട് 9 ലക്ഷത്തോളം ഗോക്കൾ നന്ദഗോപർ കൊണ്ടെന്നാണ് പറയുന്നത്. രാധാറാണി കണ്ണൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മൂളിപ്പാട്ടുമായി അവിടൊക്കെ നടന്നു. വൈകുന്നേരമാകാൻ കാത്തിരിക്കുകയാണ് രാധാജി. എന്തേ സൂര്യൻ അസ്തമിക്കാൻ വെമ്പൽ കൊള്ളാത്തത്? അങ്ങനെ വൈകുന്നേരം അടുത്തടുത്ത് വന്നു. വൈകുന്നേരം ആകാറായപ്പോൾ രാധാറാണി വീണ്ടും ആ ബാൽക്കണിയിലേക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് നോക്കുകയാണ്, കണ്ണൻ തിരിച്ചു വരും. കണ്ണൻ തിരിച്ചു വരാൻ സമയമായി ഗോക്കളുമായിട്ട്. രാധാറാണി അക്ഷമയായിട്ട് നിൽക്കുകയാണ്. എവിടെ, എത്ര നേരമായി ഇവനെ കാണുന്നില്ലല്ലോ. അപ്പൊ രാധാജി വിചാരിച്ചു, എനിക്ക് കണ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നേരത്തെ വന്ന് നിന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ കാണാം, ദൂരത്ത് നിന്ന് പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയരുന്നു. ആ പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ടപ്പോ രാധാറാണി തുള്ളിച്ചാടി, വരുന്നേ എൻ്റെ കണ്ണൻ വരുന്നേ, എൻ്റെ കണ്ണൻ വരുന്നേ. രാധാറാണി വളരെ സൂക്ഷ്മതയോടുകൂടി നിന്നു. അപ്പോൾ കാണാം, ദൂരത്തുനിന്ന് ഗോക്കളെയും ഒക്കെ മേയിച്ചുകൊണ്ട് ആര് വരികയാണ്? കണ്ണനിങ്ങനെ വരികയാണ്. കണ്ണൻ്റെ ആ വരക്കം കൃഷ്ണൻ്റെ ആ വരക്കം രാധാറാണി നോക്കുകയാണ്. അതേ, കണ്ണൻ്റെ ദേഹം മുഴുവനും പൊടി കൊണ്ട് മൂടിയിരിക്കുന്നു. ആ മുഖം മൊത്തം പൊടിമയം. ഇടയ്ക്ക് വെച്ച് 1-2 കാലികള് വേഗത്തിൽ ഓടി വീട്ടിലെത്താൻ വെമ്പൽ കൊള്ളുന്നു. അപ്പോൾ കണ്ണൻ ഉറച്ചു വിളിക്കുകയാണ്, ഏ ശ്യാമ, ഏ നന്ദു, ഏ ഗൗരി, ഓടാതെ നിക്ക്, എൻ്റെ കൂടെ പോയാ മതി. ശ്യാമ, നിനക്ക് കുറുമ്പ് കൂടുന്നുണ്ട്. ഗൗരി,
അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? രാധാറാണിക്ക് വല്ലാത്ത കൗതുകം തോന്നി. അതെ, കൃഷ്ണൻ നടന്ന് നടന്ന് തൻ്റെ അടുക്കൽ എത്താറായപ്പോൾ കർട്ടൻ ഇട്ടിട്ട് കർട്ടൻ്റെ ഇടയിലൂടെ നോക്കി. പൊടി പടലം നിറഞ്ഞ മുഖം ഓടിച്ചെന്ന് ആ മുഖം 2 കൈകൾ കൊണ്ടും കോരിയെടുത്ത് തൻ്റെ മുഖത്തോട് ചേർക്കാൻ തോന്നി രാധാറാണിക്ക്. അപ്പോഴാണ് ഒരു വിളി വരുന്നത്, രാധേ രാധേ, നീ ഇതെവിടെ? വേഗം വാ. അമ്മയുടെ വിളി. അപ്പൊ രാധാറാണി പറഞ്ഞു, ഞാൻ വരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ രാധാറാണി അമ്മയുടെ അടുക്കലേക്ക് പോയി. ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഞാൻ രാധ കൊണ്ടുപറയും. അതിനുശേഷം കഥയിലേക്ക് വരുമ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് യഥാർത്ഥ കഥയിലേക്ക് കടക്കാം. രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. കൃഷ്ണൻ തന്നെ ചതിച്ചു എന്ന തോന്നൽ ദ്രൗപദിക്കുണ്ടായി, ദ്രുപദനുണ്ടായി. അവർ വിചാരിച്ചു കൃഷ്ണൻ തങ്ങളെ ട്രാപ്പിലാക്കി, വെട്ടിലാക്കി. ദുര്യോധനന്റെ അടുക്കൽ ചെന്നു. അവനെ കൊണ്ട് ദ്രൗപദിയെ വിവാഹം കഴിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തു. എനിക്ക് വേണ്ടത്, ദ്രൗപദിക്ക് വേണ്ടത് ദ്രോണരെ കൊല്ലാൻ മനസ്സുള്ള ഒരുത്തനാണ് ദുര്യോധനൻ. അതെങ്ങനെ പറ്റും? അതേ, കൃഷ്ണൻ അവിടെ ചെന്ന് കുരുവംശവുമായി ഒത്തുതീർപ്പാക്കി. അതിൻ്റെ പ്രതിഫലമായി പുഷ്കര രാജ്യം കൃഷ്ണന് തിരിച്ചു കൊടുത്തു. കൃഷ്ണന്റെ ഇഷ്ടക്കാരനെ അവിടെ വാഴിച്ചു. നമ്മളെ ചതിക്കുകയായിരുന്നു. അപ്പോഴാണ് മന്ത്രി വന്നിട്ട് പറഞ്ഞത്, ശിഖണ്ഡി വന്നിരിക്കുന്നു. എന്ത്? ദ്രുപദൻ ചാടി എഴുന്നേറ്റു, ദ്രൗപദി എഴുന്നേറ്റു, ദൃഷ്ടദ്യുമ്നൻ, സത്യജിത്ത് എല്ലാവരും അമ്പരന്നു പോയി. അതേ പ്രഭോ, ഇതാ ശിഖണ്ഡി വന്നിരിക്കുന്നു. അവര് നോക്കിയപ്പോൾ ശിഖണ്ഡി അടുത്തേക്ക് നടന്നു വന്നു. ശിഖണ്ഡി പഴയ ശിഖണ്ഡിയല്ല, പണ്ടാണും പെണ്ണുമല്ലാത്ത രൂപമായിരുന്നു. ഇന്ന് അവന്റെ കൈകൾക്കൊക്കെ നല്ല പേശികൾ, മാംസപേശികൾ ഉരുണ്ടു നിൽക്കുന്നു. അതേ, അവന്റെ തോളുകളൊക്കെ ഉറച്ചതായി മാറിയിരിക്കുന്നു. ചോദിച്ചു, നീയോ? അതേ, നീ എവിടായിരുന്നു? നീ ഇപ്പോൾ എങ്ങനെ വന്നു? ഇപ്പോൾ ഞാൻ വന്നത് രാധയുടെ നിർബന്ധപ്രകാരമാണ്. രാധയോ? ദ്രുപദനും ചോദിച്ചു, ദ്രൗപദിയും ചോദിച്ചു, ഒരേ സ്വരത്തിൽ ദൃഷ്ടദ്യുമ്നനും ചോദിച്ചു, രാധയോ? അതെ, രാധയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്. ആരാണീ രാധ? അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തിലെ രാധ, ബർസാനയിലെ രാധ, കണ്ണന്റെ പ്രാണസഖി രാധ, കണ്ണന്റെ ഹൃദയസഖി രാഗ, കണ്ണന്റെ സർവസ്വവുമായ രാധ. ദ്രൗപദി അമ്പരന്നു പോയി. എന്ത്? അങ്ങനെയുമുണ്ടോ? ദ്രുപദനും ഇങ്ങനെ നോക്കുകയാണ്. ശിഖണ്ഡി പറഞ്ഞു, അതേ, നോക്കൂ പിതാശ്രീ, നിങ്ങളാരും അത്ഭുതപ്പെടണ്ട. രാധാറാണി ഒരു സാധാരണ സ്ത്രീയല്ല, ദേവതയാണ് രാധാറാണി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് ശിഖണ്ഡിയല്ല. എന്ത്? ഞെട്ടിത്തെറിച്ചു പോയെല്ലാവരും. നീ ശിഖണ്ഡിയല്ലെന്നോ? അതേ പിതാശ്രീ, ഞാനൊരു പുരുഷനാണ്, സർവലക്ഷണങ്ങളും തികഞ്ഞ പുരുഷനാണ്. ഇന്ന് മുതൽ ഞാൻ ശിഖണ്ഡിയല്ല. ഹിരണ്യവർമ്മയെ വിവരമറിയിക്കൂ, ഹിരണ്യവർമ്മയ്ക്ക് സന്ദേശമയക്കൂ. അയാളുടെ മകളെ എൻ്റെ അടുക്കലേക്ക് അയക്കാൻ. ഞാൻ ബാല്യകാലത്ത് വിവാഹം ചെയ്ത ഹിരണ്യവർമ്മയുടെ മകളെ കാണ്ഡില്യത്തിലേക്ക് അയക്കാൻ പറയൂ. അവളുടെ ഭർത്താവായ ശിഖണ്ഡി വന്നിരിക്കുന്നു, അയക്കാൻ പറയൂ. ദ്രുപദന് സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ഓ, ഞാൻ രക്ഷപ്പെട്ടു. കാരണം നീ ഒരു പുരുഷനാണെന്ന് പറഞ്ഞാണ് നിന്റെ കല്യാണം നടത്തിച്ചത്. ഇപ്പോൾ ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വിടാൻ പോകുമ്പോൾ നീ ആണും പെണ്ണുമല്ലാത്തതാണെന്ന് അറിയുമല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, അല്ല, നീ എങ്ങനെയാണ് ഒരു പുരുഷനായത്? അതോ എൻ്റെ ഗുരു എന്നെ സഹായിച്ചതാണ്. എൻ്റെ ഗുരുവിൻ്റെ സഹായത്താലാണ് ഞാൻ പുരുഷനായത്. പിതാവേ, അങ്ങേക്ക് ഇന്ന് മുതൽ 3 ആണും 1 പെണ്ണുമാണ്. 3 ആണും 1
പെണ്ണുമാണ്. ആൺമക്കളുടെ കൂട്ടത്തിൽ ദൃഷ്ടദ്യുമ്നൻ, സത്യജിത്ത്, ശിഖണ്ഡി, ഒരൊറ്റ പെണ്ണ് മാത്രം ദ്രൗപദി. അപ്പോൾ ചോദിച്ചു, ആരാണ് നിന്റെ ഗുരു? നിന്നെ ആരാണ് ഈ ഗുരു ഇങ്ങനെ മാറ്റിയത്? അദ്ദേഹത്തെ ഞങ്ങൾക്കെല്ലാം ഒന്ന് കാണണം, അദ്ദേഹത്തെ നമുക്ക് ആദരിക്കണം. നിന്നെ ശിഖണ്ഡിയുടെ രൂപം മാറ്റി പുരുഷനാക്കിയ ഗുരു ആരായാലും അദ്ദേഹത്തെ നാം ഈ ദ്രുപദ രാജ്യത്തിലേക്ക് എഴുന്നള്ളിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതായിരിക്കും. ആകട്ടെ, പറയൂ, ആരാണ് നിന്റെ ഗുരു? ഒരു നിമിഷം നിന്നിട്ട് ശിഖണ്ഡി പറഞ്ഞു, ദ്രോണാചാര്യർ. ഒരു വെള്ളിടി വെട്ടിയതുപോലെയാണ്. എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി, ദ്രുപദനും സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, ദ്രോണാചാര്യർ, നീ ദ്രോണാചാര്യരുടെ അടുക്കൽ പോയി, എന്റെ കൊടും ശത്രുവിന്റെ അടുക്കൽ പോയി, അവന്റെ സമ്മാനം നീ സ്വീകരിച്ചു. ശിഖണ്ഡി, ഇതിലും ഭേദം നീ മരിക്കുന്നതായിരുന്നു. നിന്നെ എനിക്ക് കാണണ്ട. എന്റെ കൊടും ശത്രു, ഞാൻ കൊല്ലാനായി കാത്തു നടക്കുന്ന ദ്രോണരുടെ സഹായം വാങ്ങിച്ച് പുരുഷനായി വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോ ഇവിടെ നിന്ന്. എനിക്ക് നിന്നെ കാണണ്ട. നീ പോയി മരിക്കെവിടെയെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ ദ്രുപദൻ ഇറങ്ങിപ്പോയി. ശിഖണ്ഡി വല്ലാതെ വിളറിപ്പോയി, ശിഖണ്ഡി പതറിപ്പോയി. ഒരു നിമിഷം ശിഖണ്ഡിയുടെ ബോധം മറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് താഴെ വീഴാതെ ദ്രൗപദി താങ്ങി. ദൃഷ്ടദ്യുമ്നൻ വന്ന് വീശാൻ തുടങ്ങി. സത്യജിത്ത് വെള്ളവുമായി വന്നു. വെള്ളമെടുത്ത് മുഖം കഴുകി. അല്പം കഴിഞ്ഞ് ശിഖണ്ഡി കണ്ണു തുറന്നു. അതെ, താൻ ദ്രൗപദിയുടെ മടിയിലാണ്. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, ദ്രൗപദി, നീയെങ്കിലും കൃഷ്ണ എന്നാണ് യഥാർത്ഥത്തിൽ ദ്രൗപദിയുടെ പേര്. കൃഷ്ണേ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി നിന്നെ ഞാൻ എൻ്റെ അമ്മയെപ്പോലല്ലേ കണ്ടത്. എന്നിട്ട് നിനക്കും എന്നെ മനസ്സിലാകുന്നില്ലേ? ദ്രൗപദിയുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നീരുറവ പൊട്ടി. അതെ, അവൻ എന്നെ അമ്മയെ പോലെയാണ് കണ്ടത്. പക്ഷേ അവൻ ദ്രോണരുടെ സഹായം വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇതെനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, എന്താ നടന്നത്? നീ പറ. നീ ഗംഗയിൽ മുങ്ങി മരിച്ചു എന്നാണ് ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, അതെ ദ്രൗപദി, കൃഷ്ണേ, ഞാൻ ഗംഗയിൽ മുങ്ങി മരിക്കാനായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാണ് എൻ്റെ ദൈവം എന്നെ തേടി വരുന്നത്. എൻ്റെ ദൈവം എന്നെ തേടി വന്നു. എന്നെ തേടി വന്നിട്ട് എൻ്റെ ദൈവം എന്നെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുക്കലേക്ക് വിട്ടു. ആ ദ്രോണാചാര്യരാകട്ടെ ശത്രുവിൻ്റെ മകനായിട്ടും എന്നെ സ്വീകരിച്ചു. എന്നെ സ്വീകരിച്ചിട്ട് യക്ഷന്റെ അടുക്കലേക്ക് വിട്ടു. അപ്പോൾ യക്ഷന്റെ അടുക്കൽ ചെന്നപ്പോൾ ആ യക്ഷൻ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. കാരണം യക്ഷൻ എൻ്റെ ദേഹത്താദ്യം സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്നിൽ ദേവി ഊർജമിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ആരാണ് നിന്റെ ഉപാസക? ഏത് ദേവിയാണ് നീ ഉപാസിക്കുന്നത്? അതിശക്തമായ ദേവി ഊർജമാണ്, നിനക്ക് പുരുഷനാകാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, രാധയാണ് ഞാൻ ഉപാസിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, 41 ദിവസം നീ ആരോടും ഉരിയാടാതെ രാധാമന്ത്രം ഉരുവിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ 41 ദിവസം ഞാൻ മന്ത്രം ഉരുവിട്ടു. ആ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ യക്ഷൻ വീണ്ടും എന്നെ വന്ന് പരിശോധിച്ചു. അതെ, ഇനിയുള്ള കാര്യങ്ങൾ താങ്ങാൻ നിന്റെ ശരീരം സജ്ജമായി കഴിഞ്ഞു. അതിന് ദിവ്യമായ ഊർജം വേണം. അസാമാന്യമായ ദിവ്യമായ ഊർജമാണ് നിന്റെ ശരീരത്ത് നിറഞ്ഞിരിക്കുന്നത്. ആ രാധയെ ഞാൻ നമിക്കുന്നു. ആ ദേവി ആദിപരാശക്തിയാണ്.
ആദി പരാശക്തിക്ക് മാത്രമേ ഇത്രയും ഊർജം നിന്നിൽ നിറയ്ക്കാനായി കഴിയൂ. പിന്നീടുള്ള 4 മാസം കൃഷ്ണേ, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ദ്രൗപദി, 4 മാസം കൃഷ്ണേ കഠിനമായ പീഡനമായിരുന്നു. കഠിനമായ പീഡനം. എനിക്ക് ആഹാരം തരില്ല, കുറേ സസ്യങ്ങൾ, ഇലകൾ മാത്രം തരും, കുറച്ച് വെള്ളം തരും. കുറച്ചു കഴിഞ്ഞപ്പോൾ സസ്യങ്ങളും തരാതായി, പിന്നെ എനിക്ക് ജലവും തരാതായി. എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് എന്തിനാണ് രാധയെ ജപിപ്പിച്ചതെന്ന്. ഇതിനു വേണ്ടിയായിരുന്നു. ഈ മന്ത്രമില്ലെങ്കിൽ എൻ്റെ ശരീരം താങ്ങില്ല. അല്പം കഴിഞ്ഞപ്പോൾ യക്ഷൻ എന്നെ മർദ്ദിക്കാൻ തുടങ്ങി. അതിക്രൂരമായ മർദ്ദനം. അതെ, ഈ മർദ്ദനം ഞാൻ താങ്ങിയത് രാധാമന്ത്രം കൊണ്ടാണ്. രാധാമന്ത്രം കൊണ്ടാണ്. ഞാൻ യക്ഷൻ മർദ്ദിക്കുന്നതിന് മുമ്പ് എന്നോട് പറയും, ഞാൻ മർദ്ദനം തുടങ്ങുകയാണ്, നീ നിന്റെ ഇഷ്ടദേവതയുടെ മന്ത്രം ജപിച്ചുകൊള്ളൂ. അപ്പോൾ ദ്രൗപദി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് യക്ഷൻ മർദ്ദനം തുടങ്ങുന്ന അവസരത്തിൽ ഞാൻ കടിച്ചു പിടിച്ചു സർവശക്തിയും സംഭരിച്ചുകൊണ്ട് പറയും, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. കൃഷ്ണേ, ചില സമയത്ത് മർദ്ദനം താങ്ങാൻ പറ്റില്ല, ചോര വാർന്നു പോകും, ശരീരം കഷണമായി മുറിഞ്ഞിത്തെറിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് വിളിക്കും, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. എനിക്ക് തോന്നി ഞാൻ മരിക്കുകയാണ്, ഞാൻ മരിച്ചു പോവുകയാണ്. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി തുടങ്ങി. അപ്പോഴും ഞാൻ ജപിച്ചു, ഓം രാധായേ സ്വാഹ. ഒടുവിൽ ഞാൻ അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. അതേ, അതിസുന്ദരിയായ ഒരു ദേവി എന്നെ താങ്ങുന്നത് പോലെ ഞാൻ കാണുകയാണ്, സത്യമായും കാണുകയാണ്. ആ ദേവി എന്നെ 2 കൈകൾ കൊണ്ടും താങ്ങുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ബോധം നശിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവ്യക്തമായി ഞാൻ കാണുകയാണ്. അതെ, നമുക്ക് തന്നെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്തേഷ്യ തന്ന് ബോധം കെടുത്തും. പക്ഷേ നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ കിടന്ന് എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കാണും. അതുപോലെയാണ് ഇവിടുത്തെ കാര്യവും. പറയുകയാണ്, ആ ദേവതയുടെ കൈകളിൽ ഞാൻ കിടക്കുന്നത് പോലെ തോന്നി. എൻ്റെ ശരീരം മുഴുവനും എൻ്റെ രാധാറാണി ഒഴിയുകയായിരുന്നു. അങ്ങനെ ഒഴിയുമ്പോൾ എൻ്റെ വേദന ഒന്നൊന്നായി ഒഴിഞ്ഞു പോകുന്നത് ഞാൻ അനുഭവപ്പെട്ടു. ഒടുവിൽ എൻ്റെ പിരികങ്ങൾ ചേരുന്ന ആ ഭ്രൂമധ്യത്തിൽ രാധാറാണി വിരലുകൾ അമർത്തുന്നത് പോലെ തോന്നി. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം എൻ്റെ കവിളിൽ തട്ടിയതിനു ശേഷം പറഞ്ഞു, മകനെ, നീ പുരുഷനായിരിക്കുന്നു. അത്രമാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണുകൾ തുറന്നു. കൃഷ്ണേ, ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ ഞാനൊരു പുരുഷനായി. ഞാൻ യക്ഷന്റെ കാൽക്കൽ വീണു. അതിനുശേഷം ഞാൻ ഉറച്ചു വിളിച്ചു, അമ്മേ രാധാറാണി, അമ്മേ രാധാറാണി, അമ്മേ രാധാറാണി, എന്നെ രക്ഷിച്ച അമ്മേ രാധാറാണി. ഇന്നു മുതൽ എൻ്റെ ഉപാസനാ ദേവത രാധയാണ്. യക്ഷൻ പറഞ്ഞു, അതേ, ഈ രാധ ആദിപരാശക്തിയാണ്. വേറെ ആർക്കും ഇങ്ങനെ ഈ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാൻ കഴിയില്ല. നിന്റെ ശരീരം നീ ഏത് ദേവതയെ ഉപാസിച്ചിരുന്നെങ്കിലും എൻ്റെ മർദ്ദനത്തിൽ തകർന്നു പോയേനെ. അതിനുശേഷം ശിഖണ്ഡി വിങ്ങിക്കരഞ്ഞു. ഇപ്പോഴും എൻ്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ വന്നത് കല്യാണം കൂടാനാണ്. എന്നോട് രാധാറാണിയാണ് പറഞ്ഞത്, നിനക്ക് കല്യാണം കൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പൊയ്ക്കൊള്ളൂ. ഇവിടെ ദ്രൗപദിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്, നിനക്ക് കാണണ്ടേ. അങ്ങനെയാണ് ഞാൻ സ്വയംവര വാർത്ത അറിഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ബർസാനയിലേക്ക് നമ്മൾ ആരെയും വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല.
കാരണം അവിടെ രാജാക്കന്മാരില്ലല്ലോ. അവിടെ ഉള്ളത് ആരാണ്? അവിടെ രാജ്ഞിമാര് ഭരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വരാൻ തക്കവണ്ണമുള്ള ആരുമില്ല. എന്നിട്ടും ഇവിടെ ഇത് നടക്കുന്ന വിവരം രാധ അറിഞ്ഞെന്നു. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, രാധ ദേവതയാണെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലേ? അങ്ങനെയാണ്, കല്യാണം കൂടാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും സന്തോഷിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങൾ സന്തോഷിക്കുകയല്ല, നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഒരു ഭാരമായി മാറുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അതെ, നോക്കൂ, ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നു എങ്കിൽ അതും എന്നോട് പറഞ്ഞത് രാധയാണ്. നീ ഇത് ചെയ്യണം, കാരണം നീ ചെന്നില്ലെങ്കിൽ നിന്റെ പിതാവ് ഹിരണ്യവർമ്മയെ വഞ്ചിച്ചു എന്ന് കരുതും. അയാളുടെ മകൾ ഇവിടെ വരുമ്പോൾ നീ ഒരു പുരുഷനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ നിന്റെ പിതാവിൻ്റെ അഭിമാനം സംരക്ഷിക്കണം. എൻ്റെ പിതാവിൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അത്രയും ആയപ്പോൾ ദ്രൗപദി ശിഖണ്ഡിയോട് പറഞ്ഞു, മകനേ, നീ എനിക്ക് സഹോദരൻ മാത്രമല്ല മകനും കൂടിയാണ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ദുര്യോധനൻ, ഈ ദുര്യോധനനെ ഞാൻ വിവാഹം കഴിക്കണം. ദുര്യോധനനെ വിവാഹം കഴിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദ്രോണാചാര്യർ ഒരുക്കിയ ഒരു കെണിയാണിത്. അല്ല അല്ല, ദ്രോണരും കൃഷ്ണനും നല്ല മനുഷ്യനാണ്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, അതിരിക്കട്ടെ, നിന്നെ ആരാണ് ദ്രോണരുടെ അടുക്കൽ വിട്ടത്? പറയൂ. അപ്പോൾ ശിഖണ്ഡി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണേ, എന്നെ ദ്രോണരുടെ അടുക്കലേക്ക് വിട്ടത് ദൈവമാണ്, ദൈവമാണ്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, നീ ഇങ്ങനെ പറയാതെ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയൂ. ആരാണ് നിന്നെ ദ്രോണരുടെ അടുക്കലേക്ക് വിട്ടത്? എൻ്റെ പിതാവിനെ അപമാനിക്കാൻ വേണ്ടിയാണ് ആരായാലും നിന്നെ ദ്രോണരുടെ അടുക്കലേക്ക് വിട്ടത്. അപ്പൊ ശിഖണ്ഡി പറഞ്ഞു, അല്ല, നമ്മുടെ പിതാവിനെ അപമാനിക്കാൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നോക്കൂ, എൻ്റെ അമ്മായി അപ്പൻ, അതായത് ഹിരണ്യവർമ്മ, ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ അച്ഛൻ തൻ്റെ മകളെ ഇങ്ങോട്ട് വിടുന്നു എന്ന് പറയുന്ന ദിവസം നമ്മുടെ അച്ഛൻ ആകെ തകർന്നുപോയി. നീയും കണ്ടതല്ലേ? ശിഖണ്ഡി ദ്രൗപദിയോട് ചോദിച്ചു. കാരണം ഹിരണ്യവർമ്മയുടെ മകൾ വരുമ്പോൾ ഞാൻ പുരുഷനല്ല എന്നറിയും. അപ്പോൾ അയാളെ വഞ്ചിച്ചു എന്ന് കരുതും. അങ്ങനെ ദ്രുപദൻ ഒരാളെ വഞ്ചിച്ചു എന്നത് നാണക്കേടാണ്. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും പറയും, ആണും പെണ്ണുമല്ലാത്ത ഒരുത്തനെ പുരുഷനാണെന്ന് പറഞ്ഞ് ഹിരണ്യവർമ്മയുടെ മകളെ കൊണ്ട് വിവാഹമുറപ്പിച്ചു എന്ന് പറയും. അതോടുകൂടി എൻ്റെ പിതാശ്രീ തകർന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഗംഗയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയായിരുന്നു കൃഷ്ണേ. അപ്പോഴാണ് കൃഷ്ണേ എൻ്റെ ദൈവം വരുന്നത്. ആ ദൈവമാണ് എന്നെ ദ്രോണരുടെ അടുക്കലേക്ക് വിട്ടത്. ആ ദൈവം വിട്ടത് കൊണ്ട് മാത്രമാണ് ദ്രോണർ എന്നെ സ്വീകരിച്ചത്. അപ്പോൾ പറഞ്ഞു, ഏത് ദൈവം? അതെ, 2 ദൈവങ്ങളാണ് എന്നെ അങ്ങോട്ടേക്ക് വിട്ടത്. 2 ദൈവങ്ങളോ? അതെ, ഒന്നാമത്തെ ദൈവം നിന്നോടൊപ്പം നിൽക്കാമെന്ന് ഉറപ്പ് പറയുകയും എന്നാൽ നിന്നെ ഭാര്യയാക്കാനാകില്ലെന്ന് പറയുകയും ചെയ്തയാളാണ് പാഞ്ചാലി. അല്ല, ദ്രൗപദി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ വാസുദേവ. കൃഷ്ണ വാസുദേവ. വസുദേവ കൃഷ്ണനാണോ ശിഖണ്ഡി നിന്നെ ദ്രോണരുടെ അടുക്കലേക്ക് വിട്ടത്? അതെ. ആരാ രണ്ടാമത്തെ ആള്? നോക്കൂ, മരിക്കാൻ പോയ എന്നെ കൃഷ്ണൻ ചേർത്ത് പിടിച്ചു വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്താ നിന്റെ ദുഃഖം? അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ ഒരു പുരുഷനായി മാറും. നീ ദ്രോണരുടെ അടുക്കൽ ചെല്ലണം. അതിനു മുമ്പ് നീ രാധയെ ഭജിക്കണം.
ഒരു രാധാഭക്തന് മാത്രമേ ആണും പെണ്ണുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് പുരുഷനാകാൻ പറ്റൂ. കൃഷ്ണൻ ഉപദേശിച്ചു തന്ന രാധാമന്ത്രമാണ് ഓം രാധായേ സ്വാഹ. എന്ത്? കൃഷ്ണൻ നിനക്ക് മന്ത്രം ഉപദേശിച്ചു എന്നോ? അതെ, കൃഷ്ണൻ പറഞ്ഞു, നീ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഗംഗയിലേക്ക് വന്നത്? നിന്റെ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങട്ടെ, ഗംഗയിൽ മുങ്ങിക്കുളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗംഗയിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ചു, ആ ഈറനോട് കൂടി നിന്നു. അപ്പോൾ കൃഷ്ണൻ എൻ്റെ ചെവിയിൽ വന്ന് 3 പ്രാവശ്യം ഊതിത്തന്നു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. 41 ദിവസം ഞാൻ കഠിനമായി രാധയെ ഉപാസിച്ചു. അങ്ങനെ എനിക്ക് പ്രത്യക്ഷമായി അസാമാന്യമായ സൗന്ദര്യമുള്ള ദേവി. ആ ദേവിയുടെ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഞാൻ ആരുടെ അടുക്കലേക്ക് ചെന്നിരിക്കുന്നത്? ദ്രോണരുടെ അടുക്കൽ ചെന്നത്. അതുകൊണ്ട് നീ കൃഷ്ണനെ അവിശ്വസിക്കരുത്, ദ്രോണർ നല്ല മനുഷ്യനാണ്. അപ്പോഴേക്കും ദ്രൗപദിക്ക് വല്ലാത്ത കോപം വന്നു. ദൈവമേ, ദൈവമേ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. കൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ചതിക്കുകയായിരുന്നു. സ്വയംവരം എന്നൊരു പരീക്ഷണം വെച്ചിട്ട് ദുര്യോധനനെ വിളിച്ചു വരുത്തി അവനെ കൊണ്ട് ഈ പരീക്ഷണത്തിൽ ജയിപ്പിച്ച് എന്നെ വിവാഹിതയാക്കി ദ്രോണരുടെ കാൽക്കലിട്ട് കൊടുക്കാൻ വേണ്ടി കൃഷ്ണൻ ഒരുക്കിയ കണിയായിരുന്നു ഇത്, കെണിയായിരുന്നു ഇത്. കൃഷ്ണൻ നമ്മളെ ചതിക്കുകയായിരുന്നു. ഒന്നുകിൽ ജരാസന്ധൻ എന്നെ തട്ടിക്കൊണ്ടുപോകും, ഞാൻ അടിമയെപ്പോലെ അവിടെ ഗിരിവ്രജത്തിൽ കഴിയേണ്ടി വരും. അതല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൽ ദുര്യോധനൻ വിജയിക്കും, വിജയിച്ചിട്ട് അവൻ എന്നെ വിവാഹം കഴിക്കും. അതിലും ഭേദം മരണമായിരുന്നു. എനിക്ക് വേണ്ടത് ദ്രോണരുമായി യുദ്ധം ചെയ്ത് ദ്രോണരുടെ തലവെട്ടി എന്റെ കാൽപാദത്തിൽ വെക്കുന്ന വീരയോദ്ധാവിനെയാണ്. കൃഷ്ണൻ ചതിച്ചു, കൃഷ്ണൻ ചതിച്ചു, കൃഷ്ണൻ ചതിച്ചു. ശിഖണ്ഡി പറഞ്ഞു, ഇല്ല 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 കൃഷ്ണേ, കൃഷ്ണൻ ഒരിക്കലും ചതിക്കില്ല. അത് നിന്റെ തോന്നലാണ്, നിന്റെ വിധിക്ക് നീ കൃഷ്ണനെ കുറ്റം പറയരുത്. ദ്രോണരെ പോലും കീഴടക്കിയ ആളാണ് കൃഷ്ണൻ. ഈ കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടി, ആദരിക്കാൻ വേണ്ടി ദ്രോണാചാര്യര് പോലും പുഷ്കരയിൽ വന്നു എന്ന് അറിയുക. ദ്രൗപദിക്ക് ദേഷ്യം വന്നു. ശിഖണ്ഡി, നീ കൃഷ്ണന്റെ അടിമയാണോ? ഞാൻ കൃഷ്ണന്റെ അടിമയല്ല, പക്ഷേ കൃഷ്ണനെ എനിക്കിഷ്ടമാണ്. ഞാൻ രാധയുടെ അടിമയാണ്, രാധയുടെ അടിമയാണ് ഞാൻ. പക്ഷേ കൃഷ്ണനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്നെ രാധയുടെ അടുക്കൽ എത്തിച്ചത് കൃഷ്ണനാണ്. അതെ അതെ, കൃഷ്ണന്റെ അനുവാദമില്ലാതെ ഒരു കുഞ്ഞ് ഈച്ചയ്ക്ക് പോലും രാധാറാണിയുടെ അടുക്കൽ എത്താൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും രാധാഭക്തരായിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ കനിവാണ്, കൃഷ്ണൻ വിട്ടതാണ്. നിങ്ങൾ രാധാഭക്തരാകുന്നില്ലെങ്കിൽ നിങ്ങൾ അത്ര കണ്ട് ശുദ്ധരല്ല. നിങ്ങൾ രാധാറാണിയുടെ അടുത്ത് എന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തത് കൊണ്ട് കൃഷ്ണൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ അത്രയ്ക്ക് നല്ല കക്ഷികളല്ലാത്തത് കൊണ്ട് കൃഷ്ണൻ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കൃഷ്ണനാണ് എന്നെ വിട്ടത്. നിനക്കറിയില്ല, കൃഷ്ണൻ ദൈവം തന്നെയാണ്. ദ്രൗപദി, കൃഷ്ണൻ ദൈവമാണ്. കൃഷ്ണൻ അസുരന്മാരെ കൊന്നൊടുക്കി. നാഗന്മാരും രാക്ഷസന്മാരുടെയും ഇടയിൽ സമാധാനം കൊണ്ടുവന്നത് കൃഷ്ണനാണ്. യുദ്ധമില്ലാതെ പുഷ്കര തിരിച്ചു പിടിച്ചത് കൃഷ്ണനാണ്. രാധയുടെ അടുക്കലേക്ക് അയച്ച് എന്നെ രക്ഷിച്ചത് കൃഷ്ണനാണ്. ആ കൃഷ്ണനെയും ആ രാധയെയും ഞാൻ മറക്കില്ല. അവര് ദൈവമാണ്, അവര് ദൈവമാണ്, അവര് ദൈവമാണ്. അപ്പോൾ ദ്രൗപദി മുഷ്ടി ചുരുട്ടി. ദ്രൗപദിക്ക് വല്ലാത്ത കോപം വന്നു. നീ അവനെ പുകഴ്ത്തരുത്, നീ കൃഷ്ണനെ പുകഴ്ത്തരുത്. അവൻ സൂത്രശാലിയാണ്,
സൂത്രശാലിയാണ്. ദൈവമേ, ഇവൻ അത് മനസ്സിലാകുന്നില്ലല്ലോ. എൻ്റെ അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ. മറ്റന്നാൾ സ്വയംവരവുമാണല്ലോ. ചതിച്ചല്ലോ, കൃഷ്ണൻ ചതിച്ചല്ലോ. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, ഇല്ല കൃഷ്ണേ, കൃഷ്ണൻ ചതിക്കില്ല. കൃഷ്ണനും രാധയും സ്നേഹമാണ്. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. അവർക്ക് ആരെയും ചതിക്കാൻ കഴിയില്ല. ദ്രൗപദിയുടെ മുഖഭാവം മാറി. ദ്രൗപദിയുടെ മുഖഭാവം മാറി. ദ്രൗപദി കോപാകുലയായി. ദ്രൗപദിയുടെ കണ്ണുകൾ ചുവന്നു. ദ്രൗപദി പറഞ്ഞു, ശിഖണ്ഡി, നീ ഇപ്പം നിശ്ചയിക്കണം. നീ ഇപ്പോൾ നിശ്ചയിക്കണം. കൃഷ്ണനും ദ്രോണനുമായുള്ള ബന്ധം ഇവിടെ വച്ച് നീ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഇത് നമ്മളുടെ അവസാനത്തെ കാഴ്ചയാണ്. കൃഷ്ണനും ദ്രോണരുമായുള്ള നിന്റെ ബന്ധം ഈ നിമിഷം നീ ഉപേക്ഷിക്കണം. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, ദ്രൗപദി, നീ എന്താ പറയുന്നത്? നീ എന്താണ് ചോദിക്കുന്നതെന്ന് നിനക്കറിയില്ല. നീ പറയുന്നത് എൻ്റെ രക്ഷകനായ കൃഷ്ണനെ ഉപേക്ഷിക്കാൻ. നീ പറയുന്നത് എന്നെ പുരുഷനാക്കിയ ദ്രോണാചാര്യരെ ഉപേക്ഷിക്കാൻ. എന്താ ദ്രൗപദി? കൃഷ്ണൻ ദൈവമാണ്. കൃഷ്ണൻ ദൈവമാണ്. ദ്രൗപദി പറഞ്ഞു, ചതിയനാണ് കൃഷ്ണൻ, ചതിയനാണ്. ശിഖണ്ഡി പറഞ്ഞു, അല്ല, ദൈവമാണ്. വസുദേവ കൃഷ്ണൻ ദൈവമാണ്. ദ്രൗപദി പറഞ്ഞു, ചതിയനാണ്. നമ്മളെ ചതിച്ചവനാണ് ശിഖണ്ഡി. ഒന്നുകിൽ നീ അച്ഛനെ സ്വീകരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഗോക്കള മേയ്ക്കുന്ന ഗോപാലനും അവന്റെ രാധയുടെയും കൂടെ പൊയ്ക്കൊള്ളണം. ഒന്നുകിൽ അച്ഛൻ, അല്ലെങ്കിൽ കൃഷ്ണൻ. ആര് വേണം നിനക്ക് ശിഖണ്ഡി? ഒരൊറ്റ തീരുമാനം. ഒന്നുകിൽ നിനക്കച്ഛനും ഞങ്ങളും, അച്ഛനും ഈ ഞാനും ദൃഷ്ടദ്യുമ്നനും സത്യാജിത്തും, അല്ലെങ്കിൽ കൃഷ്ണൻ. ആരെ വേണം? ശിഖണ്ഡി പറഞ്ഞു, നീ എന്താ പറയുന്നത്? മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ശിഖണ്ഡി, പറയൂ, നിനക്കാരെ വേണം? നിന്റെ പിതാവിനെയും സഹോദരിയെയും വേണോ, അതോ കൃഷ്ണനെ വേണോ? ഒരാളെ മാത്രം തിരഞ്ഞെടുക്കാം നിനക്ക്. ശിഖണ്ഡി അമ്പരന്നു. ശിഖണ്ഡി എന്ത് ചെയ്യും? ശിഖണ്ഡി ആരെ തിരഞ്ഞെടുക്കും? കൃഷ്ണനെ വേണോ, അതോ തന്റെ പിതാവിനെ വേണോ? കൃഷ്ണനെ തിരഞ്ഞെടുത്താൽ തനിക്ക് പിതാവും സഹോദരിയും സഹോദരനും എന്നേക്കുമായി നഷ്ടപ്പെടും. അതല്ല, തന്റെ പിതാവിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്നേക്കുമായി തന്റെ രക്ഷകനായ, തന്റെ ദൈവമായ വസുദേവ കൃഷ്ണനെ നഷ്ടപ്പെടും. ആരെ നഷ്ടപ്പെടുത്തണം? ഞാൻ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.